ഹായ് ഹലോ. അപ്പോൾ നമ്മൾ 9ാം ക്ലാസ്സിലെ സീ ഫേവർ എന്ന് പറയുന്ന പാഠഭാഗം ഡിസ്കസ് ചെയ്തു. അതിനുശേഷം നമ്മൾ അതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കസ് ചെയ്തു. ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ആക്ടിവിറ്റീസ് ഡിസ്കസ് ചെയ്യാനാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ഡസ് ദ പോയം ഹൈലൈറ്റ് ദ തീം ഓഫ് ഫ്രണ്ട്ഷിപ്പ് ആൻഡ് ഷെയർഡ് എക്സ്പീരിയൻസസ്? എങ്ങനെയാണ് ഈ ഒരു പാഠത്തിൽ ഫ്രണ്ട്ഷിപ്പിൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നത്? എങ്ങനെയാണ്? ദ പോയം ഹൈലൈറ്റ്സ് തീം ഓഫ് എ ഫ്രണ്ട്ഷിപ്പ് ആൻഡ് ഷെയർഡ് എക്സ്പീരിയൻസസ് as the speaker wishes to hear a merry yarn from a laughing fellow rower. The fellow sailor have many adventurous stories to share, often reflecting the challenges and joy they faced together sea. അല്ല, ആ സീയിൽ യാത്ര ചെയ്യുമ്പോൾ ആ കപ്പലിലുള്ള കപ്പിത്താന്മാരും അവർ ഒരുപാട് അഡ്വഞ്ചറസ് ചെയ്ത ആളുകളാവും. അപ്പോൾ അവരോട് ഞാൻ ആ കെട്ടുകഥകളൊക്കെ ചോദിക്കും അല്ലേ. അങ്ങനെയാണ് ഫ്രണ്ട്ഷിപ്പ് എക്സ്പ്രസ് ചെയ്യുന്നത്. അടുത്തത്, പിക്ക് ഔട്ട് ദ വേർഡ്സ് and expressions from the poem that portray the poet's laughing for the liberating life at sea and his sense of adventures. അല്ലേ, ഏതൊക്കെ ലൈൻസ് ആണ്? ഫസ്റ്റ്, ദ ലോൺലി സീ ആൻഡ് ദ സ്കൈ എന്ന് പറയുന്നത് എന്താണ്? ഹൈലൈറ്റ്സ് ദ സ്പിരിറ്റ് ഓഫ് ഫേസിങ് ചാലഞ്ചസ് അലോൺ. അല്ലേ, ആ ഒരു വരിയിലൂടെ പറയുന്നത്, ഹൈലൈറ്റ് ചെയ്യുന്നത് ആ ഒറ്റയ്ക്ക് നേരിടാനുള്ള ആ ഒരു ചാലഞ്ചാണ് അല്ലേ. ഐ മസ്റ്റ് ഗോ ഡൗൺ ടു ദ സീസ് എഗെയിൻ. ആ ഒരു ലൈനിൽ എന്താ പറയുക? എനിക്ക് എന്ത് നിർബന്ധമായിട്ടും എനിക്ക് പോകണം, വീണ്ടും പോകണം കടലിലേക്ക്. എക്സ്പ്രസ് സ്പീക്കേഴ്സ് സ്ട്രോങ് ഡിസയർ ടു ഗോ ബാക്ക് ടു ദ അഡ്വഞ്ചറസ് അറ്റ് സീ. അല്ലെ, ആ സീയിലേക്ക് പോകാനുള്ള സ്ട്രോങ് അഡ്വഞ്ചറസ് ആണ്. അടുത്തത്, എ ടോൾ ഷിപ്പ് ആൻഡ് സ്റ്റാർ ടു സ്റ്റിയർ ഹെർ ബൈ. എന്താണ്? എ പോർട്രേസ് ദ അഡ്വഞ്ചേഴ്സ് ടാസ്ക് ഓഫ് ദ സ്പീക്കർ ഹു നാവിഗേറ്റ്സ് ദ ഷിപ്പ് ബൈ ദ ഗൈഡൻസ് ഓഫ് ദ പോൾ സ്റ്റാർ. അല്ലേ, അത് പറയുന്നത് എന്താണ്? എനിക്കൊരു ആ കടലിലേക്ക് പോകാൻ എനിക്കൊരു ഉയരത്തിലുള്ള കപ്പൽ വേണം, പിന്നെ എന്നെ നയിക്കാൻ ഒരു നക്ഷത്രം വേണം എന്ന് പറയുന്നുണ്ട് അല്ലേ. നാവിഗേറ്റ് ചെയ്യാൻ, ആ ഷിപ്പിനെ നാവിഗേറ്റ് ചെയ്യാൻ എനിക്ക് ഗൈഡൻസ് ആയിട്ടൊരു പോളാർ സ്റ്റാർ വേണം. ദ വീക്സ് കിക്സ് ദ വിൻഡ് സ്ട്രോങ് ആൻഡ് ദ വൈറ്റ് സെയിൽസ് ഷേക്കിംഗ്. ദീസ് എക്സ്പ്രഷൻസ് കൺവേ ദ ചാലഞ്ചിങ് ടാസ്ക് ഓഫ് എ സെയിലർ ഹു സ്കിൽഫുള്ളി നാവിഗേറ്റ്സ് ഹിസ് ഷിപ്പ് ടു റഫ് സീസ് ഓൺ വിൻഡി ഡേയ്സ്. അല്ലേ, ആ ഒരു കാറ്റിലൂടെ, സ്ട്രോങ് ആയിട്ടുള്ള കാറ്റിലൂടെ എന്താണ്, ആ വീൽസ് ഇങ്ങനെ കറങ്ങുന്നുണ്ട്. പിന്നെ അതുപോലെ ആകാശത്ത് വൈറ്റ് നക്ഷത്രങ്ങൾ ഇങ്ങനെ പോകുന്നുണ്ട്. അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്നത് എന്താണ്? ആ ഒരു ചാലഞ്ചിങ് ടാസ്ക്കാണ്. സൈലറിൻ്റെ ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു ടാസ്കിൻ്റെ ഒരു സ്കിൽഫുള്ളി നാവിഗേറ്റ്സ് ആണ് ഷിപ്സിൻ്റെ ഇവിടെ പറയുന്നത്. അടുത്തത്, ഗ്രേ മിസ്റ്റ് ഓൺ ദ സീസ് ഫേസ് grey down breaking indicate the challenging and unfavorable weather the sailor encounter at sea. അല്ലേ, ഗ്രേ മിസ്റ്റ് എന്ന് പറയുന്നത് എന്താ? ഗ്രേ കളറിൽ മഞ്ഞ് മൂടി കിടക്കുന്നുണ്ട് അല്ലേ. ആ കടലിൽ നമ്മൾ പഠിച്ചു, ആ കടലിൻ്റെ മുഖത്തെ എന്താണ് പറയുന്നത്? ഗ്രേ കളറായിട്ട് മഞ്ഞ് വീണ് കിടക്കുന്നുണ്ടെന്ന് പറയുന്നത്. ഇവിടെ എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? വെതറിനെയാണ് അല്ലേ. ആ സീൽ എൻകറേജ് ചെയ്യുന്ന ആ വെതറിനെയാണ് പറയുന്നത്. Call of the running tide represent the irresistible attraction and influence of the sea on the speaker. അല്ലേ, കടലിങ്ങനെ എന്താണ്, ആ സ്പീക്കർ അങ്ങനെ വിളിക്കുന്നുണ്ട്. അപ്പോൾ അത് ഒരു ഭയങ്കരമായിട്ടുള്ള അട്രാക്ഷനാണ്. അത് ഒരു നിസ്സാരമായിട്ടുള്ള വിളിയല്ല, സ്ട്രോങ് വിളിയാണ്. അപ്പോൾ ആ ഒരു ഇൻഫ്ലുവൻസ് ആണ് ആ സ്പീക്കറിന്, ആ സീ അത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അടുത്ത ലൈന് നമുക്ക് നോക്കാം. അടുത്ത ലൈൻ, വിൻഡി ഡൈ വിത്ത് ദ വൈറ്റ് ക്ലൗഡ് ഫൈവിങ് സജസ്റ്റ് ദ എക്സ്ട്രീംലി ഡേഞ്ചറസ് യെറ്റ് അഡ്വഞ്ചേഴ്സ് വെതർ കണ്ടീഷൻസ് ഫോർ സെയിലിംഗ്. അല്ലേ, വിൻഡി ഡേ വിത്ത് വൈറ്റ് ക്ലൗഡ്സ്, ആ കാറ്റുള്ള ആ ദിവസവും എങ്ങനെ, മേഘം, വൈറ്റ് മേഘങ്ങളാൽ മേഘാവൃതമായി. എ ഫ്ലങ് സ്പ്രേ ആൻഡ് ദ ബ്ലൗസ് പ്യൂം ആൻഡ് ദ സീ ഗൾസ് ക്രൈങ്. അല്ലേ, നമ്മൾ പഠിച്ചു അവിടെ എന്തുണ്ട്? കടൽക്കാക്കകൾ കരയുന്ന കാര്യങ്ങൾ പഠിച്ചു അല്ലേ. അതാണ് അടുത്തത്, ദ വാഗ്രന്റ് ജിപ്സി ലൈഫ്. വാഗ്രന്റ് ജിപ്സി ലൈഫ് എന്ന് പറഞ്ഞാൽ എന്താ റെപ്രസെൻറ്റ് ചെയ്യുന്നത്? ദ ഫ്രീ സ്പിരിറ്റഡ് വാണ്ടറിങ് ആൻഡ് അൺപ്രഡിക്റ്റബിൾ ലൈഫ് സ്റ്റൈൽ ദ സ്പീക്കർ വാണ്ട്സ് ടു ഹാവ്. സ്പീക്കറിന് എങ്ങനെയുള്ള ലൈഫാണ് ഇഷ്ടം? അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന സന്യാസികളെ പോലെയുള്ള ഒരു ലൈഫാണ് എന്താണ് ഈ സ്പീക്കറിന് ഇഷ്ടം. അപ്പോൾ ആ ഒരു അർത്ഥമാണ് ഇവിടെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. എ മേരി യാൺ ഫ്രം എ ലോഫിംഗ് ഫെലോ റോവർ സജസ്റ്റ് ദ ബോണ്ട് ഓഫ് കമ്പാനിയൻഷിപ്പ് ആൻഡ് ദ ഷെയർഡ് എക്സ്പീരിയൻസ്ഡ് ഓഫ് സെയിലർ ഇൻ അഡ്വഞ്ചറസ് ആക്ഷൻസ് അറ്റ് സീ.
അല്ല ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ ലൈനാണ് അല്ലേ. ആ കടലിലുള്ള മറ്റു യാത്രക്കാരോട് ഞാൻ അവിടെ ഒരു അഡ്വഞ്ചറൈസുള്ള എക്സ്പീരിയൻസിൻ്റെ സ്റ്റോറീസ് ഞാൻ ചോദിക്കും അല്ലേ. അത് ക്വൈറ്റ് സ്ലീപ്പ് ആൻഡ് എ സ്വീറ്റ് ഡ്രീം വെൻ ദ ലോങ് ട്രിക്സ് ഓവർ അല്ലേ. എന്നിട്ട് ഞാൻ ശാന്തമായിട്ട് ഉറങ്ങുന്ന ലാസ്റ്റ് പറയുന്നുണ്ട് അല്ലേ. റിഫ്ലെക്ട്സ് ദ സെൻസസ് ഓഫ് ഫുൾഫിൽമെൻറ്റ് ആൻഡ് ജോയ് ദ സ്പീക്കർ ഫീൽസ് ആഫ്റ്റർ കംപ്ലീറ്റിംഗ് ഹിസ് അഡ്വഞ്ചറസ് ജേണി അല്ലേ. ഈ ഒരു അഡ്വഞ്ചറസ് ജേണി അവസാനിക്കുമ്പോൾ എൻ്റെ ജോലിയെല്ലാം കഴിഞ്ഞ് ഞാൻ എന്ത് ചെയ്യുന്ന സ്പീക്കർ പറയുന്ന ആ ക്വയറ്റ് ശാന്തമായിട്ട് ഞാൻ അവിടെ ഉറങ്ങും. എന്നിട്ട് എന്ത് ചെയ്യും, സ്വീറ്റ് ഡ്രീംസ് അല്ലേ, നല്ല സ്വപ്നങ്ങൾ ഞാൻ കാണും. അടുത്ത ആക്ടിവിറ്റി, ഇമാജിൻ യു ആർ ഇൻ എ ഹോട്ട് എയർ ബലൂൺ ക്യാരിയിങ് ഇമേജ് ഫ്രം ദ പോയം സീ ഫെവർ. ഫ്ലൈ അപ്പ് ആൻഡ് അഡോൺ ദ ക്ലൗഡ്സ് വിത്ത് അപ്രോപ്രിയേറ്റ് ഇമാജിനറി ഫ്രം ദ പോയം അല്ലേ. നിങ്ങൾ ഈ ഒരു സീ ഫേവറിൻ്റെ മുന്നിലൂടെ ഒരു ഹോട്ട് എയർ ബലൂണും ക്യാരി ചെയ്ത് പോവുകയാണ്, അങ്ങനെ പറന്ന് പോവുകയാണ്. അപ്പോൾ എന്തൊക്കെ ക്ലൗഡ്സ് അല്ലേ, മേഘങ്ങളെടുത്ത്. അപ്പോൾ കാണുന്ന കാഴ്ചകൾ ഇമാജിനറി കൊടുത്തിട്ടുണ്ട് അല്ലേ. എന്തൊക്കെയാണ്, വൈറ്റ് സെയിൽ ഷേക്കിംഗ്, ഗ്രേ മിസ്റ്റ്, ഗ്രേ ഡൗൺ, വൈറ്റ് ക്ലൗഡ്സ് ഫ്ലൈങ് അല്ലേ. നമ്മൾ പഠിച്ച കാര്യങ്ങളാണ്, അത് ഇമാജിനറി ആയിട്ട് ഞാൻ അവിടെ എഴുതിയിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് വായിച്ച് നോക്കുക കേട്ടോ. ആക്ടിവിറ്റി 4 എന്താണ്, ഇൻ ദ പോയം Seaver's poetic device contributed greatly to effective in the poem. They reflects അല്ലേ. ഈ പോയത്തിൽ ഒരുപാട് പോയറ്റിക് ഡിവൈസസ് ഉണ്ട് അല്ലേ. ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്, എക്സാമ്പിൾ ഫ്രം ദ പോയം. അപ്പോൾ വിഷ്വൽ ഇമേജ് ഉണ്ട്. വിഷ്വൽ ഇമേജ് ഇൻഡിസ് ഫ്രം ഇമാജിനറി. ദ പോയറ്റ് അപ്പീൽ ടു ദ റീഡേഴ്സ് സെൻസ് ഓഫ് സൈറ്റ് ബൈ ഡിസ്ക്രൈബിങ് സംതിങ് ദാറ്റ് ക്യാൻ ബി സീൻ അല്ലേ. ആ ലൈൻസ് എക്സാമ്പിൾ അവിടെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെയുള്ള ഒറ്ററി ഇമേജ്, ടാക്ടൈൽ ഇമേജ്, മെറ്റാഫർ, സ്മൈല്, അൾട്രേഷൻ, ഇതൊക്കെ ഈ പോയത്തുനിന്ന് കണ്ടെത്തിയിട്ട് അതിൻ്റെ ഡെഫിനിഷനും പിന്നെ അവിടെ 3 കോളങ്ങളായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് അല്ല. അതിൻ്റെ ആൻസേഴ്സൊക്കെ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് റീഡ് ചെയ്ത് മനസ്സിലാക്കിയിട്ട് എഴുതണം കേട്ടോ. റൈമിങ് സ്കീം കൊടുത്തിട്ടുണ്ട്, പേഴ്സോണിഫിക്കേഷൻ, റെഫറൻസ്, അസോണൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഡെഫിനിഷനും കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ എക്സാമ്പിൾസ് അല്ല, പോയത്തിൽ വരുന്ന എക്സാമ്പിൾസ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി ആക്ടിവിറ്റി 5ഉം ആക്ടിവിറ്റി 6ഉമാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ അടുത്ത ആക്ടിവിറ്റിയിലേക്ക് പോവാം. അത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സീ ഫേവർ ബൈ ജോൺ മാസ്ഫീൽഡിൻ്റെയും പോയം ഇസ് ദാറ്റ് പോർട്രേസ് എ സെയിലിയർ സ്ട്രോങ് ഡിസയർ ഫ്രം ദ സീ ആൻഡ് ഹിസ് ഡീപ്പ് യേർണിംഗ് ഫ്രം അഡ്വഞ്ചർ. ഫൈൻഡ് ആൻഡ് റീഡ് ദ പോയം, റിമെമ്പർ ദ ഓൾഡ് റോഡ്. അപ്പോൾ 2 പോയിന്റ് തമ്മിൽ ഇത് ചെയ്യാനുള്ളതാണ് കേട്ടോ, കമ്പയർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സീ ഫേവർ ആൻഡ് റിമെമ്പർ ദ ഓൾഡ് റോഡ് എന്ന് പറയുന്ന പോയവും തമ്മിൽ കമ്പയറിങ് ആൻഡ് കോൺട്രാസ്റ്റിങ് ചെയ്തിട്ട് ഇവിടെ എഴുതിയിട്ടുണ്ട്. ബോത്ത് പോയം സീ ഫേവർ ബൈ ജോൺ മാസ്ഫീൽഡ് ആൻഡ് റിമെമ്പർ ദ ഓൾഡ് റോഡ് ബൈ റസ്കിൻ ബോണ്ട് എക്സ്പ്ലോർ തീം ഓഫ് അഡ്വഞ്ചർ ആൻഡ് ഡീപ്പ് കണക്ഷൻ ടു ദ നാച്ചുറൽ വേൾഡ് ബൈ ദ ഡിഫറെൻറ്റ് വേസ് അല്ലേ. 2 പോയത്തിലും അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളാണ് പറയുന്നത്, നാച്ചുറിൻ്റെ അഡ്വഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങളാണ്, പക്ഷേ ഡിഫറെൻറ്റ് വേസിലൂടെയാണ് അത് പറയുന്നത്. ഇൻ ദ സീ ഫേവർ ദ സ്പീക്കർ ലോങ്ങിങ് ഫോർ ദ സീ സിംബോളൈസ് എ ഡിസയർ ഫോർ ഫ്രീഡം ആൻഡ് ആൻ അഡ്വഞ്ചറസ് ലൈഫ്. ദ ടോൺ ഈസ് പാഷനേറ്റ് ആൻഡ് നൊസ്റ്റാൾജിക് അല്ലേ, വിത്ത് ദ എക്സ്പീരിയൻസസ് ലൈക്ക്. അപ്പോൾ സീ ഫേവർ നമ്മൾ പഠിച്ചു, അതിൽ പറയുന്ന തീം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും അല്ലേ. അതുപോലെ തന്നെ സിമിലർലി റിമെമ്പർ ദ ഓൾഡ് റോഡ് ക്യാരീസ് എ നൊസ്റ്റാൾജിക് ടോൺ ആസ് ദ സ്പീക്കർ റിഫ്ലെക്റ്റിംഗ് ഓൺ പാസ്റ്റ് ജേർണി along a familiar path. Experiences like the yearns fell away and I was a boy again highlight the speaker's longing for the simplicity and joy of youth. While both poems celebrate the natural world and the senses of adventures it brings, Sea Fever emphasizes the continuing pursuit of, while Remember the Old Road highlights the nostalgic for past adventures and the everlasting bond with nature. അപ്പോൾ 2 പോയത്തിലുള്ള തീം നമ്മളിവിടെ കമ്പയർ ചെയ്തിട്ടുണ്ട് അല്ലേ. 2 ഡിഫറെൻറ്റ് വേയിലാണ് ആ പോയത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഒരേ തീമാണെങ്കിൽ കൂടെ 2 തരത്തിലാണ് ഈ 2 വേസ് 2 തരത്തിലാണ് 2 പോയറ്റും എക്സ്പ്ലോർ ചെയ്തിട്ടുള്ളത്.
അപ്പോൾ നിങ്ങൾ ആ പോയൊക്കെ കണ്ടെത്തിയിട്ട് വായിച്ച് മനസ്സിലാക്കാൻ നോക്കുക. 9ാം ക്ലാസ് കഴിഞ്ഞാൽ നമുക്ക് SSLC ആണ് അല്ലേ? അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും. വീഡിയോ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. ബൈ ബൈ.